ഹലോ വെൽക്കം ബാക്ക് ടു സെൽഫ് ലേണിംഗ്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മക്കളെ, നമുക്കറിയാം ക്ലാസ് 9 CBSEക്കകത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിനകത്തുള്ള ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, ആ ചാപ്റ്റർ വേറൊന്നുമല്ല, നിങ്ങൾക്ക് അറിയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. ആ ചാപ്റ്ററിൻ്റെ പേരാണ് ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ എല്ലാവർക്കും പറയുന്നതാണ് ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യ. മക്കളെ, നിങ്ങൾ നോക്ക്, ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിനകത്ത് എന്തൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ടത് എന്നുള്ള നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താലോ. മക്കളെ, ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഫുഡ് സെക്യൂരിറ്റി. നിങ്ങൾ നോക്ക്, ഫുഡ് സെക്യൂരിറ്റി എന്താണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ കണ്ടത് ഇത് ചിലപ്പോൾ ഒരു 2 മാർക്സിനൊക്കെ എന്ത് ചെയ്യാം, ചിലപ്പോൾ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ എന്ത് ചെയ്യാം ചോദിക്കാം. ഒരു 2 മാർക്കിനൊക്കെ എന്ത് ചെയ്യുള്ളൂ ചോദിക്കൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഫുഡ് സെക്യൂരിറ്റി അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫുഡ് സെക്യൂരിറ്റി ഈസ് എക്സിസ്റ്റ് ഓൾ പീപ്പിൾ അറ്റ് ഓൾ ടൈം ഹാവ് ഫിസിക്കൽ ആൻഡ് എക്കണോമിക് access to sufficient, safe, nutritious food to meet their dietary needs and food preference for active and healthy life. അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാണ് പ്രധാനമായിട്ടും ഓരോ ആളുകൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡിലെ അവരുടെ നല്ല ഹെൽത്തിനും അതുപോലെ തന്നെ അവരുടെ നല്ല ഫിസിക്കൽ ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ട് നല്ല ഫുഡ് ഇതേപോലെ തന്നെ ആക്സസിബിൾ ആവുക എന്നുള്ളതാണ് ഫുഡ് സെക്യൂരിറ്റി കൊണ്ട് എന്ത് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇനി മക്കൾ ശ്രദ്ധിക്കുക, അതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ള സാധ്യത ഏതാണെന്ന് പറയാം മക്കളെ. ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, വാട്ട് ആർ ദ 3 ഡയമെൻഷൻസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി. ഫുഡ് സെക്യൂരിറ്റിയുടെ 3 ഡയമെൻഷൻസുകൾ എന്ത് ചെയ്യും ചോദിക്കും അല്ലേ. ആ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന സമയത്ത് അതിനൊരു 3 ഡയമെൻഷൻസ് ഉണ്ട്, 3 തലങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അതിനകത്ത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവൈലബിലിറ്റി ആണ്, സെക്കൻഡ് വൺ ആക്സസിബിലിറ്റി ആണ്, തേർഡ് വൺ അഫോർഡബിലിറ്റി ആണ്. അവൈലബിലിറ്റി മീൻസ് എന്താണ് ചെയ്യുന്നത് ഇവർ ഉദ്ദേശിക്കുന്നത് ഇല്ലേ. നമുക്ക് നോക്കണം എന്താണ് ഈ പറഞ്ഞ അവൈലബിലിറ്റി മീൻസ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കുക, അവൈലബിലിറ്റി മീൻസ് സഫീഷ്യന്റ് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ആണ് അല്ലേ. നിങ്ങൾ നോക്കിയാൽ ഈ പറഞ്ഞ ഫുഡ് സപ്ലൈ ആണെങ്കിൽ തന്നെ എന്താണ് സഫീഷ്യന്റ് ഫുഡ് സപ്ലൈ, അതുപോലെ തന്നെ പ്രൊഡക്ഷനെയാണ് എന്ത് ചെയ്യുന്നത് ആക്ച്വലി ഈ അവൈലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു നാഷനകത്ത് ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ എന്തായിരിക്കണം, കൃത്യമായിട്ട് അത് പ്രൊഡക്ഷൻ നടന്നിരിക്കണം, അതുപോലെ തന്നെ കൃത്യമായിട്ട് അത് എന്ത് ചെയ്യണം സപ്ലൈ ചെയ്തിരിക്കണം. അതാണ് അവൈലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത നിങ്ങൾ നോക്കി, ഒരു നാഷനകത്ത് ഫുഡ് സെക്യൂരിറ്റി ഉണ്ട് എന്ന് പറയുന്ന ഒരു സാധനം ഈ ആക്സസിബിലിറ്റിക്ക് അനുസരിച്ചാണ്. ആക്സസിബിലിറ്റി അതായത് ഫുഡ് ഉണ്ടായാൽ മാത്രം പോരാ, അത് എന്തുകൂടി വേണം, ആളുകൾക്ക് അത് ഒബ്റ്റെയിൻ ചെയ്യാൻ കൂടി എന്ത് ചെയ്യണം പറ്റണം. അതായത് ആളുകൾക്കൊക്കെ എന്ത് ചെയ്യണം, അത് വാങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം ആവണം. അതാണ് അവിടെ പറഞ്ഞത് ടു നോക്ക് പീപ്പിൾ ക്യാൻ ഒബ്റ്റെയിൻ ഫുഡ് ഇല്ലേ. ഈ പറയുന്ന സാധാ ജനങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ എന്ത് ചെയ്യണം ഫുഡ് ഒബ്റ്റെയിൻ ചെയ്യാൻ കൂടി എന്ത് ചെയ്യണം കഴിയണം. ഇനി നെക്സ്റ്റ് വൺ ആണ് അഫോർഡബിലിറ്റി. വാട്ട് ഈസ് അഫോർഡബിലിറ്റി? അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക്, ഇതേപോലെ തന്നെ ഫുഡ് പ്രൊഡക്ഷൻ നല്ലതായി നടക്കണം, അതേപോലെ തന്നെ ഫുഡ് ഇത് ചെയ്യണം ആളുകളൊക്കെ ഒബ്റ്റെയിൻ ചെയ്യണം. ഇനി നിങ്ങൾ നോക്ക്, ഇതേപോലെ തന്നെ ആൾക്കാരൊക്കെ ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കണം, അതൊരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കണം. അതാണ് ആക്ച്വലി അഫോർഡബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഫോർഡബിലിറ്റി മീൻസ് പീപ്പിൾ ക്യാൻ ബൈ ഫുഡ് അറ്റ് റീസണബിൾ പ്രൈസ് അല്ലേ. അതായത് ഒരു മാന്യമായ പൈസയ്ക്ക് എന്ത് ചെയ്യണം ഇതുപോലെ തന്നെ വാങ്ങാൻ പറ്റിയിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നാഷനകത്ത് ഫുഡ് സെക്യൂരിറ്റിയുടെ 3 ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മക്കൾ മനസ്സിലാക്കി വെക്കുക, ഒരു ഫുഡ് സെക്യൂരിറ്റിയുടെ 3 ഡയമെൻഷൻസിൽ ഒന്ന് അവൈലബിലിറ്റി ആണ്. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റിക്ക് എന്തുണ്ടായിരിക്കണം, ഇതുപോലെ തന്നെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം, ഫുഡൊക്കെ അവൈലബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കണം, ആൾക്കാരൊക്കെ ആക്സസിബിൾ ആയിരിക്കണം അല്ലേ. ഇതേപോലെ തന്നെ നെക്സ്റ്റ് വൺ അഫോർഡബിലിറ്റി ആവണം, താങ്ങാൻ പറ്റുന്ന പൈസയ്ക്ക് എന്ത് ചെയ്യണം, വാങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം വേണം. അപ്പോൾ മക്കൾ മനസ്സിലാക്കി വെക്കണം, ഒരു നാഷനകത്ത് ആളുകൾക്ക് ഇതേപോലെ തന്നെ തങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്കനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർക്ക് എന്ത് ചെയ്യാണ് ഇതുപോലെ തന്നെ വിചാരിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുകയാണെങ്കിൽ എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് പറയാം ഫുഡ് സെക്യൂരിറ്റി ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക പറയാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഇത് ഓർത്ത് വെച്ചോ. 3 ഡയമെൻഷൻസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നു നിങ്ങളോട് വാട്ട് ഈസ് ഫുഡ് സെക്യൂരിറ്റി, ഈ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഇതിനേക്കാളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. 3 ഡയമെൻഷൻസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റിയെ കുറിച്ച് എന്ത് ചെയ്യും ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്, വീണ്ടും പറയുന്നു. ഓക്കെ റെഡി. ഇനി മക്കൾ ശ്രദ്ധിച്ചോ, അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. അടുത്തൊരു ചോദ്യം നിങ്ങൾ നോക്ക്, ഒരു ജനറൽ ആയിട്ടൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നോക്ക്, ക്വസ്റ്റ്യൻ ഇതാണ്, ഹു ആർ ദ പീപ്പിൾ മോർ പ്രോൺ ടു ഫുഡ് ഇൻസെക്യൂരിറ്റി ഇൻ ഇന്ത്യ. മക്കളെ, നമ്മുടെ ഇന്ത്യക്കകത്ത് ഫുഡ് ഇൻസെക്യൂരിറ്റി ഫേസ് ചെയ്യുന്ന കുറേ ആളുകളുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു എക്സാമ്പിളുകളാണ് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. ആരൊക്കെയാണ് ഈ ഫുഡ് ഇൻസെക്യൂരിറ്റി ഫേസ് ചെയ്യുന്ന ആളുകൾ? മക്കളെ, നമുക്കറിയാം ആരൊക്കെയുണ്ട്. ലാൻഡ്ലെസ് അഗ്രികൾച്ചർ ലേബേഴ്സ് ഉണ്ട് അല്ലേ. ഈ പറയുന്ന ലാൻഡ്ലെസ് ആയിട്ടുള്ള ഭൂമി ഇല്ലാത്ത ഇതുപോലെ തന്നെ ഒരുപാട് അഗ്രികൾച്ചർ ലേബേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഇതിൽ പെടും. അതേപോലെ തന്നെ നമുക്ക് സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ഇല്ലേ, ഈ ചെറുകിട അതുപോലെ തന്നെ മാർജിനൽ ആയിട്ടുള്ള ഫാമേഴ്സ് ഉണ്ട്, അവരെന്ത് ചെയ്യും ഇതിനകത്ത് പെടും. അതേപോലെ തന്നെ അർബൻ പൂർ ഉണ്ട് അല്ലേ, ഈ അർബൻ ഏരിയയിൽ താമസിക്കുന്ന
വളരെ പാവപ്പെട്ട ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഇതിനകത്ത് പെടും. അതേപോലെ തന്നെയാണ് SC, അതുപോലെ തന്നെ ST ഗ്രൂപ്പുകൾ അല്ലേ. SC മീൻസ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. ST മീൻസ് എന്താണ്? ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ്. അവരും ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പെടുന്നുണ്ട്. അതുപോലെ തന്നെ പീപ്പിൾ എഫക്റ്റഡ് ബൈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നമുക്കറിയാം ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെയൊക്കെ തന്നെ ഈ പറയുന്ന ഉള്ള സ്ഥലവും ഭൂമിയൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ ഒരു ആളുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും എന്ത് ഫേസ് ചെയ്യുന്നുണ്ട്? ഫുഡ് ഇൻസെക്യൂരിറ്റി ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും ആൾക്കാർ ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ വേൾഡിനകത്ത് ഫുഡ് ഇൻസെക്യൂരിറ്റി ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്ത്യക്കകത്ത് മെയിനായിട്ട് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരാണ്? ഒന്ന് ലാൻഡ്ലെസ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ലേബേഴ്സ് ആണ്. സ്വന്തമായി ഭൂമിയില്ല, മറ്റുള്ള ആൾക്കാരുടെ ഭൂമിയിൽ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ഉണ്ട്, ചെറുകിടക്കാരായിട്ടുള്ള. അതുപോലെ തന്നെ സ്മോൾ ഈ മാർജിനൽ ആയിട്ടുള്ള ഫാമേഴ്സ് ഉണ്ട്. അർബൻ പൂർ ഉണ്ട്, അർബൻ ഏരിയയിൽ താമസിക്കുന്ന പാവപ്പെട്ട ആൾക്കാരുണ്ട് അല്ലേ. സ്ലമ്മിലൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അല്ലേ. അതേപോലെ തന്നെ SC, അതുപോലെ തന്നെ ST ഗ്രൂപ്പുകളുണ്ട്. പിന്നെ ഉള്ളതാണ് പീപ്പിൾ അഫക്റ്റഡ് ബൈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലേ. ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ തന്നെ അഫക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാർ. മക്കളെ ഇത് ഓക്കെയാണ്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്കെയാണ്, സെറ്റാണ് എന്ന് എന്ത് ചെയ്യുന്നു? വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്തത് ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ കോസസ് ഓഫ് ഫുഡ് ഇൻസെക്യൂരിറ്റി. മക്കളെ ഈ ഫുഡ് ഇൻസെക്യൂരിറ്റിയുടെ കോസസ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മളൊന്ന് പഠിച്ചു വെച്ചോണം. എന്താണ് ഫുഡ് ഇൻസെക്യൂരിറ്റി ഉണ്ടാവാനുള്ള കോസസ്? എന്താണ് മക്കളെ നോക്ക്? ഒന്ന് പോവേർട്ടി ഉണ്ട്, അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ മക്കൾ ശ്രദ്ധിക്കുക ലോ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഉണ്ട്, റൈസിങ് ഓഫ് ഫുഡ് പ്രൈസസ് ഉണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോ, ഒരു നാഷനകത്ത് ഫുഡ് ഇൻസെക്യൂരിറ്റി ഉണ്ടാവാനുള്ള റീസൺസ് എന്ന് പറഞ്ഞാൽ പോവേർട്ടി ഉണ്ടെങ്കിൽ, ദാരിദ്ര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ ഉണ്ടാവും. അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലാത്തൊരു സിറ്റുവേഷൻ വരികയാണ് ആളുകൾക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആവശ്യത്തിന് ഫുഡ് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ഫുഡ് ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവുകയാണ്. ഉറപ്പല്ലേ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും നഷ്ടം. അപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതുപോലെ തന്നെ ഒന്നും വാങ്ങാൻ കഴിയില്ല. അതുപോലെ തന്നെ ലോ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി അല്ലേ. ലോ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുകയാണ്. സോ എന്ത് ചെയ്യും? സാധനത്തിനൊക്കെ പ്രൈസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സാധനം വാങ്ങാൻ പറ്റില്ല. അതും ഫുഡ് ഇൻസെക്യൂരിറ്റിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? മെയിനായിട്ട് നയിക്കുന്നത്. അതുപോലെ തന്നെ റൈസിങ് ഫുഡ് പ്രൈസസ് ആണ് അല്ലേ. ഇതുപോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ നിങ്ങൾക്കറിയുന്നതാണ് ഈ വിലക്കയറ്റം എന്ന് പറയുന്ന സാധനം ഉണ്ടാവാറുണ്ട് അല്ലേ. ഈ പറയുന്ന ഭയങ്കരമായ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഫുഡ് പ്രൈസുകളൊക്കെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആവശ്യത്തിന് സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ എന്താണ്? ഫുഡ് ഇൻസെക്യൂരിറ്റിക്ക് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇതും എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി നിങ്ങളോട് അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ FCI? മക്കളെ ഇന്ത്യക്കകത്ത് FCI ഉണ്ട്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ട് അല്ലേ. അതായത് ഇന്ത്യക്കകത്ത് ഏറ്റവും മെയിനായിട്ടും ഈ പറയുന്ന ഫുഡ് സെക്യൂരിറ്റി കൺട്രോൾ ചെയ്യുന്നതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ തന്നെ വഹിക്കുന്ന ആളാണ് ആര്? FCI. FCIയുടെ റോളാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്? ചോദിച്ചത്. FCI എന്തൊക്കെയാണ് FCI ചെയ്യുന്നത്? അതിന്റെ റോളാണ്. മക്കൾ ഒന്ന് നോക്കിയോ, നിങ്ങൾക്ക് അവിടെ കാണാം പ്രൊക്യൂർസ് ഫുഡ് ഗ്രെയിൻസ് ഫ്രം ഫാമേഴ്സ് അല്ലേ. നിങ്ങൾക്കറിയാം ഫാമേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ തന്നെ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ വാങ്ങുന്നത് ആക്ച്വലി ആരാണ്? ഇതുപോലെ തന്നെ ഈ പറയുന്ന FCI ആണ്. വാങ്ങുക മാത്രമാണ് അല്ല, നിങ്ങൾ നോക്ക് സ്റ്റോർസ് ഫുഡ് ഗ്രെയിൻസ് അല്ലേ. ഈ പറഞ്ഞ ഫുഡ് ഗ്രെയിൻസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതൊരു FCI ഗോഡൌൺ ആണ്. ഈ FCI ഗോഡൌണിലേക്ക് ഈ അരിയും ഗോതമ്പും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരാനുള്ളത് എങ്ങനെയാണ്? സാധാ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് FCI തന്നെ എന്ത് ചെയ്യാണ്? ഏറ്റെടുക്കുകയാണ്. അങ്ങനെ FCI എടുത്തു കഴിഞ്ഞിട്ട് ഇതേ രീതിയിൽ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതാണ് നമ്മുടെ നാഷൻസിലെ ഓരോ സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്? FCI ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അയച്ചു നോക്ക്, ഭയങ്കരമായിട്ടുള്ളൊരു റോളല്ലേ FCIക്ക് ഉള്ളത് അല്ലേ. അതേപോലെ തന്നെ മക്കൾ ശ്രദ്ധിച്ചോ, ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ഗ്രെയിൻസ് ത്രൂ PDS അല്ലേ. PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലേ. നമ്മുടെ റേഷൻ ഷോപ്പുകളൊക്കെ അതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഫുഡുകളൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യും. ആര് നേതൃത്വം കൊടുക്കുന്നുണ്ട്? FCI കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോ, എന്തൊക്കെയാണ് FCIയുടെ റോൾ എന്ന് പറഞ്ഞാൽ? പ്രിക്വയർ ഫുഡ് ഗ്രെയിൻസ് ഫ്രം ഫാമേഴ്സ്, അതുപോലെ തന്നെ സ്റ്റോർ ഫുഡ് ഗ്രെയിൻസ്, അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ഗ്രെയിൻസ് ത്രൂ PDS കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? റെഡി? ഇനി ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ നിർബന്ധമായി പഠിച്ചു വെക്കേണ്ട അടുത്തൊരു പോയിന്റ് എന്താണെന്നറിയോ? അത് മക്കളെ ഇതാണ്. ഓർത്ത് വെച്ചോ, വളരെ ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാൻ ചിലപ്പോൾ ഒക്കെ ചോദിക്കാം. അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്: വാട്ട് ആർ ദ ഡിഫറെന്റ് ഫുഡ് ഇൻസെക്യൂരിറ്റി സ്കീംസ് ഇൻ ഇന്ത്യ? മക്കളെ ഇന്ത്യക്കകത്ത് ഫുഡ് സെക്യൂരിറ്റി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കുറച്ച് സ്കീമുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യക്കകത്ത് കുറച്ച് സ്കീമുകൾ ഉണ്ട്. ആ സ്കീമുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ സ്കീമുകളാണ് മക്കളെ? നിങ്ങൾ അതിൽ നോക്കിയോ. ഒന്ന് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം തന്നെ, അതുപോലെ തന്നെ മിഡ് ഡേ മീൽ സ്കീം ഉണ്ട്, അതേപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം അല്ലെങ്കിൽ ICDS ഉണ്ട്, അതേപോലെ തന്നെ അന്ത്യോദയ അന്നയോജന AAY. അപ്പോൾ ഇതൊക്കെ പ്രധാനമായിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമുകളാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്കീംസ് ഫോർ ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യ കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോളും, ഇന്ത്യക്കകത്ത് ഫുഡ് സെക്യൂരിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഓർത്ത് വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇത്.
ഇത് ഈ ഒരു പോർഷൻ കേട്ടോ. ഓക്കെ റെഡി. സോ ഇത്രയുമാണ് മക്കൾസെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു ചാപ്റ്ററിലെ ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത്. അപ്പം ഞാൻ പറയുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കുറേ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറേ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉള്ള ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. സോ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. ഞാൻ ഇനി ഒറ്റ കാര്യം കൂടി പറയട്ടെ, ഇതുവരെ ട്യൂഷനും കാര്യങ്ങൾക്കൊന്നും പോകാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സൈലത്തിന്റെ ഏറ്റവും കിടിലൻ ബാച്ച് ആയിട്ടുള്ള നിഞ്ച ബാച്ച് ഇതേപോലെ തന്നെ ഒരുങ്ങിയിട്ടുള്ളത്. സോ ഞാൻ പറയുന്നു മക്കളെ, നിഞ്ച ബാച്ചിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരു സ്ട്രെസ്സും ഇല്ലാതെ നിങ്ങളുടെ പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, തീർക്കാൻ പറ്റും. സോ ഞാൻ പറയുന്നു ലിമിറ്റഡ് ഓഫ് ഇപ്പോഴാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ ഇതുപോലെ തന്നെ ഓഫറുകളൊക്കെ ഉള്ള ഒരു ടൈമും കൂടിയാണ്. നിങ്ങൾക്ക് അവിടെ നമ്പർ അവിടെ കാണാം, ഇതുപോലെ തന്നെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറൊക്കെ കാണാം. 9954008080 എന്ന് പറഞ്ഞ നമ്പറിൽ ഒന്ന് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് നിങ്ങൾ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഉടനെ എന്ത് ചെയ്യാം, ഇതിനകത്ത് ജോയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ മക്കളെ. നമുക്ക് ക്ലാസ് 9 ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അല്ലേ, നമ്മുടെ ലൈഫിൽ ക്ലാസ് 9 ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം അടുത്ത നമ്മൾ 10th അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം നമ്മൾ ഇപ്പോഴേ തുടങ്ങിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അവിടെ ഇതേപോലെ തന്നെ കൃത്യമായിട്ട് പഠിച്ച് നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതുപോലെ തന്നെ ഒരുപാട് ഈ പറയുന്ന റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ടൈം കൂടിയാണ്. സോ എല്ലാ മക്കളും അതുകൊണ്ട് തന്നെ നിഞ്ചയുടെ ഭാഗമാകുമെന്ന് വിശ്വസിക്കുന്നു. അതോടുകൂടി ഞാൻ ഇന്നത്തെ ക്ലാസ് റീഡപ്പ് ചെയ്യാണ്. സോ മക്കൾക്ക് ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിർബന്ധമായും വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റുകൾ രേഖപ്പെടുത്തണം. സോ നിങ്ങളുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കമന്റ് ഏതാണോ അത് അടുത്ത് വരുന്ന ഒരു പബ്ലിക് ലൈവിനകത്ത് എന്ത് ചെയ്യും, ഞാൻ ഇതുപോലെ തന്നെ അത് കൊണ്ടുവരും. സോ എല്ലാ ആൾക്കാരും കൃത്യമായി ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതിന്റെ ഒരു ആൻസർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ തന്നെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോ. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സോ ബൈ എവരിവൺ.